അമേരിക്ക ഒരു നായയെ പോലെയാണ്. നിങ്ങൾ ഭയന്ന് പിന്മാറിയാൽ അത് നിങ്ങളുടെ നേർക്ക് കുതിക്കും. എന്നാൽ നിങ്ങൾ ധൈര്യത്തോടെ നേരിട്ടാൽ അത് പേടിച്ച് പുറകോട്ട് പോകും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഉന്നതതല യോഗത്തിൽ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയി തന്റെ ഉപദേശകരോട് പറഞ്ഞ വാചകമാണ്. സംഘർഷം അവസാനിപ്പിച്ച് സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ചമയുന്ന ട്രംപ് ഹിരോഷിമയോളം പോന്ന പ്രഹരമാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നൽകിയതെന്ന് അവകാശപ്പെടുമ്പോഴും ഖമനയിക്കുള്ള മുദ്രാവാക്യമാണ് ഇറാന്റെ തെരുവുകളിൽ നിന്നുയരുന്നത്. ഖമനയുടെ ഒളിസങ്കേതം അറിയാമെന്നും വധിക്കുമെന്നും മുന്നറിയിപ്പുകൾ വന്നെങ്കിലും ട്രംപിനും നെതന്യാഹുവിനും തൊടാനായില്ലെന്നതാണ് വാസ്തവം. സംഘർഷം കൊടുമ്പിരി കൊണ്ടു. ഒടുക്കം യുദ്ധത്തിന് ട്രംപ് വെള്ളക്കൊടി കാട്ടി. അപ്പോഴൊന്നും ഖമനയി പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ല. പകരം ഇറാനെ തൊട്ടുകളിക്കാൻ നോക്കേണ്ടെന്ന മുന്നറിയിപ്പാണ് വരുന്നത്. എന്താകും ഖമനയുടെ പദ്ധതി? ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇനി അടങ്ങിക്കൊള്ളാൻ താക്കീത് നൽകിയ ട്രംപ് അവകാശപ്പെട്ടത് ഇറാന്റെ ആണവ പദ്ധതികൾ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പൂർണ്ണമായും തകർത്തെന്നായിരുന്നു. എന്നാൽ അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ വൻതോതിൽ യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായും വിവരം വന്നു. പിന്നീടുള്ള ചോദ്യം ഖമനയി എവിടെയെന്നായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇറാൻ പരമോന്നത നേതാവിന്റെ ആരോഗ്യസ്ഥിതിയും സുരക്ഷയും ചർച്ചയായി. പിൻഗാമിയെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി പോലും അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ശക്തമായ ഭാഷയിൽ അമേരിക്കയ്ക്ക് മറുപടിയുമായി ഖമനയുടെ രംഗപ്രവേശം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് കാര്യമായൊന്നും നേടാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ലെന്നും സംഘർഷത്തെക്കുറിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീമ്പ് പറയുകയാണെന്നുമാണ് ഖമനയി വ്യക്തമാക്കുന്നത്. ഇറാനെ പിടിച്ചടക്കുകയാണ് USന്റെ ലക്ഷ്യം. ഇറാൻ സർവശക്തമായ രാജ്യമാണ്. കീഴ്പ്പെടുത്താമെന്നതും കീഴടങ്ങുമെന്നതും വ്യാമോഹം മാത്രമാണെന്നും ഖമനയി കൂട്ടിച്ചേർക്കുന്നുണ്ട്.